നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ബംഗളൂരിൽ വൈറ്റ് ഫീൽഡിനടുത്തുള്ള ബ്രൂക്ക് ഫീൽഡിലുള്ള പ്രസിദ്ധമായ രാമേശ്വരം കഫേ വീണ്ടും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. എന്തുകൊണ്ടാകും സ്ഫോടനം നടത്തിയവർ രാമേശ്വരം കഫേ തെരഞ്ഞെടുത്തിരിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബംഗളൂരുകാർക്ക് സുപരിചിതമാണ് രാമേശ്വരം കഫേ. ഏറെ തിരക്കുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്ന ഒന്നാണ് ബാംഗ്ലൂരുകാർക്ക് രാമേശ്വരം കഫേ. 2023 റിപ്പോർട്ട് അനുസരിച്ച് രാമേശ്വരം കഫേയുടെ മാസ വിറ്റുവരവ് 4.5 കോടി രൂപയാണ്. 2021 രാമേശ്വരം കഫേ സ്ഥാപിക്കുന്നത് CA ദിവ്യ രാഘവേന്ദ്ര റാവു ഭർത്താവ് രാഘവേന്ദ്ര റാവുവുമാണ്. IIM അഹമ്മദാബാദ് ബിരുദാനന്തര ബിരുദം വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ ലോക ഭക്ഷ്യ ശൃംഖലയായ KFC, മക്ഡൊണാൾഡ് എന്നിവയെപ്പോലെ ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾക്കായി ഒരു ഭക്ഷ്യ ശൃംഖല തുടങ്ങുക എന്ന ആഗ്രഹത്തിൽ നിന്നാണ് താൻ ഈ കഫയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് ദിവ്യ രാഘവേന്ദ്ര റാവു പറയുന്നു. ഈ ഒരു ആശയവുമായി നടക്കുന്നതിനിടെ ശേഷാദ്രിപുരത്ത് 15 വർഷമായി ഒരു ഫുഡ് കോർട്ടും നടത്തിയിരുന്ന രാഘവേന്ദ്രയെ പരിചയപ്പെടുന്നു. പിന്നാലെ ഇരുവരും ചേർന്ന് 1000 രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച കഫയാണ് രാമേശ്വരം കഫേ. 2 വർഷങ്ങൾക്ക് ശേഷം ഈ മാസം കോടികളുടെ ആസ്തിയുള്ള ഭക്ഷ്യ ശൃംഖലയായി രാമേശ്വരം കഫേ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങൾ വിളമ്പുന്നതിനായി കഫേ തുടങ്ങുമ്പോൾ പേരിന് വേണ്ടി ഇരുവർക്കും ഏറെ ആലോചിക്കേണ്ടി വന്നില്ല. ഇന്ത്യയുടെ മിസൈൽ മാനായ മുൻ ഇന്ത്യൻ രാഷ്ട്രപിതാവായ APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിന്റെ പേര് തന്നെ ഭക്ഷ്യ ശൃംഖലയ്ക്കായി തെരഞ്ഞെടുത്തു, രാമേശ്വരം കഫേ. ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങളിൽ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ പ്രധാനം. ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുക്കളിലും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്തതാണ് താങ്കളുടെ ബിസിനസിന്റെ വിജയരഹസ്യമെന്നും ദിവ്യ രാഘവേന്ദ്ര റാവു പറയുന്നു. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്ലേവറുകളോ ഉപയോഗിക്കുന്നില്ല. അതേസമയം രുചിയും ഗുണവും ഒട്ടും കുറയാതെ തനത് ഭക്ഷണം വിളമ്പാനും ശ്രദ്ധിക്കുന്നു. ഭക്ഷണ കാര്യത്തിൽ ഇത്രയേറെ കൃത്യനിഷ്ഠ പാലിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെമ്പാടും താങ്കളുടെ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ രാമേശ്വരം കഫയ്ക്കായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:56 നടന്ന ഒറ്റ സ്ഫോടനത്തോടെ രാമേശ്വരം കഫേ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നു. ശക്തി കുറഞ്ഞ IED ഉപയോഗിച്ച് ടിഫിൻ കരിയറിലാണ് ബോംബ് സ്ഥാപിച്ചതെന്ന് ഇതിനകം കണ്ടെത്തിയിരുന്നു. ഉച്ചഭക്ഷണ നേരത്ത് കൈ കഴുകുന്ന സ്ഥലത്തുണ്ടായ സ്ഫോടനത്തിൽ 2 സ്ത്രീകൾക്കും 3 ഹോട്ടൽ ജീവനക്കാരുമടക്കം 10 പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ആളെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുകയാണ്. UAPA നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.